ഇടുക്കിയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്നു. മിക്ക അണക്കെട്ടുകളിലും സംഭരണശേഷിയുടെ 40% താഴെ മാത്രമാണ് വെള്ളമുള്ളത്. തുടർച്ചയായി വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ വൻ പ്രതിസന്ധി ഉടലെടുക്കാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം ഇടുക്കിയിലെ ജലനിരപ്പ് 2335.78 അടിയാണ്. സംഭരണശേഷിയുടെ 34.36% മാത്രം വെള്ളമാണ് ഇടുക്കിയിലുള്ളത്. ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമായ കല്ലാർ പൂർണ്ണമായും വറ്റിവരണ്ടു. ഇരട്ടയാറിൽ 20% താഴെയാണ് ജലനിരപ്പ്. പന്നിയാർ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി പൊന്മുടിയിൽ 36.81% വെള്ളമാണുള്ളത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പന്നിയാർ പദ്ധതിയുടെ ഭാഗമായ ആനീർങ്ങൽ ഡാം തുറന്നുവിട്ട് പൊന്മുടിയിലേക്ക് വെള്ളം എത്തിച്ചിരുന്നു. പൊന്മുടിയിൽ കഴിഞ്ഞ വർഷത്തേക്കാളും വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ്. ഏകദേശം 10% വെള്ളം ഇപ്പം കുറവാണ്. മാട്ടുപ്പെട്ടിയിലാണെങ്കിലും മാട്ടുപ്പെട്ടിയിലേക്കുള്ള സ്റ്റോറേജ് ഡാമാണ് കുണ്ടള ഡാം. കുണ്ടള ഡാമിലെ വെള്ളമാണ് ഇപ്പോൾ മാട്ടുപ്പെട്ടിയിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും പവർ ജനറേഷൻ, പള്ളിവാസൽ പവർ ഹൗസിൻ്റെ പവർ ജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ലെവൽ ഏകദേശം ഒരുപോലെയാണ് നിൽക്കുന്നത്. പക്ഷെ പൊന്മുടിയിലെ ഇതിൽ നമുക്ക് നല്ല രീതിയിൽ വെള്ളത്തിന് കുറവുണ്ട്. ചെറുകിട അണക്കെട്ടുകളായ മാട്ടുപ്പെട്ടി, കുണ്ടള, കല്ലാർകുട്ടി അണക്കെട്ടുകളിൽ 50% മുകളിൽ വെള്ളമുണ്ട്. കുണ്ടളയിൽ 70.46%, കല്ലാർകുട്ടിയിൽ 74.03%, മാട്ടുപ്പെട്ടിയിൽ 53.57% വെള്ളമുണ്ട്. കഴിഞ്ഞ മഴക്കാലങ്ങളിൽ അണക്കെട്ടുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും നീക്കം ചെയ്യാത്തതിനാൽ മിക്ക അണക്കെട്ടുകളിലെയും സംഭരണശേഷിയിൽ കാര്യമായ വ്യത്യാസമുണ്ടെന്നും ആരോപണമുയരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കിയിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും അണക്കെട്ടുകളിലേക്ക് കാര്യമായ വെള്ളം ഒഴുകിയെത്തിയിട്ടില്ല. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.